കുഞ്ഞുങ്ങളോട് പോലും മനസ്സലിവില്ലാത്ത ഇസ്രായേൽ സേന മുതിർന്നവരോട് ദയയോടെ പെരുമാറുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. കുഞ്ഞുങ്ങളെപ്പോലെ പരിരക്ഷ വേണ്ടവരാണ് വയോധികരും. എന്നാൽ ഗസയിൽ കൂട്ടക്കുരുത് തുടരുന്നതിനിടെ പിടിച്ചുകൊണ്ടുപോകുന്ന വയോധികരടക്കമുള്ളവരെ തടവിലാക്കി സൈന്യം കൊടും ക്രൂരതകൾക്കാണ് ഇരയാക്കുന്നത്. അത്തരത്തിൽ താൻ നേരിട്ട ദുരനുഭവം വിവരിക്കുകയാണ് മഹമ്മൂദ് ഹസൻ അബ്ദുൽ ഖാദർ അൽ നാബുൽസി എന്ന 70-കാരൻ. 10 ദിവസമാണ് മഹമ്മൂദ് ഹസനെ ഇസ്രായേൽ സേന തടവിലാക്കി പീഡിപ്പിച്ചത്. ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളായിരുന്നു അത്. എന്നെ പൊതിരെ തല്ലി, ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളഞ്ഞു. 4 നാൾ തുള്ളി വെള്ളം പോലും തന്നില്ല, അദ്ദേഹം പറയുന്നു. നിരവധി അസുഖങ്ങൾ കൊണ്ട് വലയുന്ന മഹമ്മൂദിനെ സ്വന്തം വീട്ടിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശ സേന തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. 10 ദിവസം കൊടും പീഡനത്തിന് ഇരയാക്കിയ ശേഷമാണ് വിട്ടയച്ചത്. സൈന്യം എൻ്റെ വീട് ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അകത്തായിരുന്നു. എനിക്ക് അസുഖമാണെന്നും അനങ്ങാൻ കഴിയില്ലെന്നും ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞു. എന്നാൽ അതൊന്നും ചെവികൊള്ളാതെ എന്നെ പുറത്തെത്തിച്ച് ഒരു കവചിത വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ഇസ്രായേലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ രഹസ്യകേന്ദ്രത്തിൽ തടങ്കലിൽ പാർപ്പിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു. മഹമ്മൂദ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. 10 ദിവസം ഇസ്രായേൽ തടവിലാക്കി. അവിടെ അവരെന്നെ പൊതിരെ തല്ലുകയും നിരന്തരം അപമാനിക്കുകയും ചെയ്തു. ശരീരം മുഴുവൻ ഇപ്പോഴും വേദനയുണ്ട്. മണിക്കൂറുകളോളം ഞങ്ങളെ മുട്ടുകുത്തി നിർത്തി. തുരങ്കങ്ങളെക്കുറിച്ചും ഹമാസിൻ്റെ പിടിയിലകപ്പെട്ടവരെക്കുറിച്ചും അവർ എന്നോട് ചോദിച്ചു കൊണ്ടിരുന്നു. എനിക്ക് 70 വയസ്സായി. ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ അവർ എന്നെ ഒരുപാട് തല്ലി. ദൈവമാണ് സത്യം, 4 ദിവസത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടിയില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസങ്ങളായിരുന്നു അത്. വാർദ്ധക്യത്തിൻ്റെ അവശതകളിലുള്ള 70-കാരൻ കടുത്ത രോഗാവസ്ഥയിലും താൻ നേരിട്ട ക്രൂരതകൾ വിശദീകരിച്ചു. കക്കൂസിൽ പോലും പോകാൻ അനുവദിക്കാതെ 3 നാൾ തങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചതായി ഇസ്രായേൽ സേന തട്ടിക്കൊണ്ടുപോയ മറ്റൊരു ഗസ നിവാസി ഖാലിദ് അൽ നെബ്രീസ് പറഞ്ഞു. വീടൊഴിയണമെന്ന് ഇസ്രായേൽ അധിനിവേശ സേന മുന്നറിയിപ്പ് തന്നപ്പോൾ ഞങ്ങൾ കടൽ തീരം ലക്ഷ്യമിട്ട് നീങ്ങി. എന്നാൽ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റിലെത്തിയ ഉടൻ ഇസ്രായേൽ സൈനികർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി. ചോദ്യം ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് അവസരം നൽകിയില്ല. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ക്രൂരമർദ്ദനത്തിനിരയായി ആദ്യം 3 ദിവസം കഴിച്ചുകൂട്ടി. കക്കൂസിൽ പോകാൻ പോലും ഞങ്ങളെ അനുവദിച്ചില്ല. പിന്നാലെ പുതിയ പീഡന രീതികൾക്കായി അവർ ഞങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി. 3 ദിവസത്തെ പട്ടിണിക്ക് ശേഷം ഒരു കുട്ടിക്ക് പോലും തികയാത്ത ഭക്ഷണമാണ് അവർ ഞങ്ങൾക്ക് നൽകിയത്, ഖാലിദ് വിഷമത്തോടെ പറയുന്നു. കൊടും തണുപ്പുള്ള കാലാവസ്ഥയിൽ കിടക്കാൻ വളരെ നേർത്ത വിരിപ്പും നനഞ്ഞു കുതിർന്ന പുതപ്പുമാണ് അവർ തന്നത്. അപ്പോഴും ഇസ്രായേലി പട്ടാളക്കാർ ഞങ്ങളെ അടിക്കുന്നതും അപമാനിക്കുന്നതും അസഭ്യം പറയുന്നതും നിർത്തിയില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൂരപീഡനമാണ് ഇസ്രായേൽ തടവിൽ നേരിട്ടതെന്ന് നേരത്തെ മോചിതരായ ഫലസ്തീൻ തടവുകാരും വെളിപ്പെടുത്തിയിരുന്നു. കുട്ടികളോടും സ്ത്രീകളോടും പോലും ക്രൂരമായാണ് ഇസ്രായേലി സൈന്യം പെരുമാറിയതെന്ന് 18-കാരൻ ഖലീൽ മുഹമ്മദ് പറഞ്ഞിരുന്നു. ക്രൂരമായ മർദ്ദനത്തിൽ വാരിയെല്ലുകൾ തകർന്ന 2 കൗമാരക്കാരെ ഓഫർ ജയിലിൽ നിന്ന് മാറ്റിയിരുന്നു. അവർക്ക് അനങ്ങാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നുവെന്നും ഖലീൽ പറഞ്ഞിരുന്നു. വിവരിക്കാനാവാത്ത പീഡനങ്ങളാണ് ജയിലിൽ നേരിട്ടതെന്ന് ഉമർ അത്ഷാൻ എന്ന കൗമാരക്കാരനും വ്യക്തമാക്കിയിരുന്നു. അബു വസാബ് എന്ന തടവുകാരനെ അവർ മർദ്ദിച്ചു കൊന്നു. ഇസ്രായേൽ ജയിലിൽ 4 ഫലസ്തീൻ തടവുകാർ മർദ്ദനമേറ്റു മരിച്ചെന്ന് 16-കാരനായ ഉസാമ മർമാഷ് പറഞ്ഞിരുന്നു. തനിക്കും ക്രൂരമായ മർദ്ദനമാണ് നേരിടേണ്ടി വന്നത്. മർദ്ദനമേറ്റ് തൻ്റെ വെള്ളവസ്ത്രങ്ങൾ ചുവപ്പായി മാറിയെന്നും അവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. 60% പൊള്ളലേറ്റിട്ടും മതിയായ ചികിത്സ പോലും ലഭിക്കാതെ ഇസ്രായേൽ ജയിലിൽ കഴിയേണ്ടി വന്ന ഇസ്രാ ജാബിസിനെയും ആരും മറക്കാനിടയില്ല. തടവിലാക്കുന്നവരോട് ഇങ്ങനെയാണ് ഇസ്രായേൽ പെരുമാറുന്നതെങ്കിൽ ബന്ദികളാക്കിയവരോട് ഹമാസ് പെരുമാറുന്നത് വളരെ മാന്യമായിട്ടാണ് എന്ന വെളിപ്പെടുത്തലുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ച 7 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ മോചിതരായ ബന്ദികളാണ് തങ്ങളോടുള്ള ഹമാസിന്റെ മാന്യമായ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ഇസ്രായേലികൾ ഉൾപ്പെടുന്ന ബന്ദികൾ ഹമാസ് പോരാളികളെ അഭിവാദ്യം ചെയ്ത് യാത്ര പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പ്രത്യേക വാഹനത്തിൽ കനത്ത സുരക്ഷയിൽ എത്തിച്ച ബന്ദികളെ റെഡ് ക്രോസ് അധികൃതർക്ക് കൈമാറുന്നതിൻ്റെ വീഡിയോയാണ് ഹമാസ് പുറത്തുവിട്ടിരുന്നത്. ബന്ദികൾ ഹമാസ് പോരാളികൾക്ക് ചിരിച്ചുകൊണ്ട് കൈകൊടുത്തും സല്യൂട്ട് ചെയ്തുമാണ് റെഡ് ക്രോസ് വാഹനത്തിൽ കയറിയത്. കൈവീശി ഹമാസ് പോരാളികൾ പ്രത്യഭിവാദ്യം ചെയ്തു. ഹമാസ് പോരാളികൾക്കൊപ്പം വളർത്തുപട്ടിയെ കയ്യിൽ അണച്ചുപിടിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തുവരുന്ന ഇസ്രായേലി കൗമാരക്കാരിയുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു. 17-കാരിയായ മില ലിംബർഗാണ് പട്ടിക്കുട്ടിക്കൊപ്പം ഹമാസ് കാവലിൽ പുറത്തിറങ്ങിയത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇരു വിഭാഗത്തിൻ്റെയും സമീപനങ്ങൾ വ്യക്തമാക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.